ഇതെന്ത് തേങ്ങ ബാത്റൂം ഇത്രയും ചെറിയ ബാത്റൂമിൽ എങ്ങനെ ആൾക്കാർ ഇലക്ട്രിക്കൽ റൂമാണ് ഇത് പൈസ കൊടുക്കണ ഞാനല്ലേ എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ചിക്കിളി തരണേ. ഇതിങ്ങനല്ല എങ്ങനല്ല അതല്ല ഞാൻ എന്നോട് ചോദിച്ചോ ഞങ്ങൾ ഇവിടെ അസിസ്റ്റന്റ് മാനേജ്മെന്റ് സംസാരിക്കണില്ലേ? ഒന്ന് പഠിപ്പിച്ചേക്കണേ. അങ്ങനത്തേക്കുള്ള മസിലൊക്കെ ഒന്ന് കുളിച്ചേച്ചും വരാം. എവിടെ പോയിട്ടാ എനിക്ക് പൈസ കറക്റ്റ് പ്ലാനിങ് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം സാറിന് അപ്പൊ മനസ്സിലാവും. സാർ അങ്ങനെയല്ല ചങ്ങായിനെ എന്റെ ചങ്ങായി അപ്പുണ്ണിനെ കണ്ടോ കുളത്തിലോ? അപ്പൊ അതുവരെ ഓൻ ജിമ്മ് എടുക്കാനായിരുന്നു. ഇപ്പൊ കുളത്ത് കത്തിയോ? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പേരെ പൊളിച്ചാൽ ആദ്യം തുടങ്ങി. ഞാൻ എന്നോട് എത്തും പറഞ്ഞിട്ടും കേട്ടിട്ടില്ല. വേഗം ചെയ്യാം. കാര്യം തേപ്പാരാണ് ഇവിടെ കൊടുത്തിട്ട് ദേവി എന്റെ മുണ്ടെന്ന് ചാടിയാണ് അതൊക്കെ അവിടെ നിക്കട്ടെ. താനല്ലേ അതിന് ഈ പടവര എന്റെ പണിയെ കുത്താറാണ്. ഇതിന്റെ പച്ചിനോട് എത്തേ പറയാ അന്റെ പോറന്ന് ഞാൻ പൊളിച്ചു. ഞാൻ പ്ലംബിംഗ് അവിടെ ടൂറ് പോയി ഞാൻ ഓലക്ക പോയി. ഞാൻ ആ ഉദയത്തിന്റെ അറച്ചി തീരാതെ പിന്നെന്താടോ കോയെ തന്റെ പ്രശ്നം? കുഞ്ഞാപ്പോയി കരച്ചിലോട് കരച്ചില് പാലിലല്ലേ അവിടെ എന്തോ പറഞ്ഞു നിങ്ങളോട്? ഒന്നുമില്ല സാർ. അതൊക്കെ നിക്കട്ടെ. നിങ്ങളെ വർക്ക് ഉണ്ടല്ലോ സാറാട്ടോ ചിങ്ങി യന്ത്രത്തിലും കൂടി തുളസീന്റെ ഇലയും കൂട്ടിട്ടാണ് കൊടുക്കുക. എന്തിന്? കരച്ചിലിന് നല്ലതാണ്. അതൊന്നല്ല പുണ്യേ. ഓന് ഒരു നബീബ അമീബ എന്തോ ഒരു പെണ്ണുണ്ട്. ഓള് തരുന്ന് കാണണം. എന്റെ പേരന്റെ ഉള്ളാണിത്. എന്റെ റൂമാണ്. തേപ്പിന് പോകണമല്ലോ അങ്ങനെ എന്തോ പറഞ്ഞോട്. ഓളെ തേപ്പിന് പോവാണ് കുഞ്ഞാപ്പിനെ പടവിന് വിടുക. ഓനെ ഇനി വിടേണ്ടി വരും. ഓൻ +2 തോറ്റുപോയി. എവിടെ എടുക്കൂല തരാം. ഒരു സ്കൂളിലും കോളേജിലും. ആ കുഞ്ഞാപ്പൂന്റെ റൂമിൽ ഈ ബെഡ് വേണ്ടട്ടോ. അവിടെ പഴയൊരു കോസടി ഉണ്ടാവും. മതി ഓൻ ഉസാറായിക്കോട്ടോ. ഓൻ എടുക്കൂലെന്ന് അത് പറഞ്ഞു കാണാൻ വിളിച്ചതേ. അതിലൊരു പരിഹാരമാണ് എന്നോട് ചോദിച്ചതേ. അവൻ എന്ത് പഠിക്കാനാ താല്പര്യം? ഓൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം എന്ന് പറഞ്ഞാല് ഇപ്പോഴെന്റെ കായാണ് മുതലായത്. ഈ ഇറങ്ങിയോണ്ട് എന്തുള്ള മെച്ചെന്നോ? ഇന്നെ പോലത്തെ ആൾക്കാർക്ക് പണി തീരുന്നതിന് മുന്നേ തന്നെ പേരന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ പറ്റി. നിങ്ങൾ പോയിക്കോളി. മൊബൈൽ കുത്തി കഴിച്ച് നന്നാക്കണാണ്. മൊബൈല്? അതെ. ആരാ? അതല്ല ഞാനൊന്ന് നോക്കട്ടെ. പണി നടക്കട്ടെ കേട്ടോ. കുഞ്ഞാപ്പോ എന്തേ? ഞാൻ ഇവിടെ പറ്റിയ പ്ലംബിംഗുകാർ പോയിക്കോ. ഇപ്പൊ ഒക്കെ ഞാൻ എടുക്കണേ. പ്ലംബിങ്ങിന്റെ പണി ഇച്ചെടുക്കേ. കോയന്റെ മകൻ കുഞ്ഞാപ്പ് +2. സിസ്കോ ഇല്ല. ഈ കാര്യത്തിൽ ഞാൻ പിസ്കൂല ഉറപ്പാണ്. അപ്പുണ്യാ സത്യം. എന്റെ ദേവേ ഇതെന്തിനായിട്ടുള്ള ചീത്തറിഞ്ഞത്? ഓല ചീത്തറിയാൻ മാത്രം ഇജ്ജായിട്ടില്ല. ഒരു ഒറ്റ കൊല്ലം കൊണ്ടേ ആ AI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണത്. എന്ത് ചൊറുക്കലാടായിട്ടുള്ള ആ പണി എടുത്തിട്ടുണ്ട്. അതല്ലാടോ ഞാൻ പറഞ്ഞേ. എന്ത് അറിഞ്ഞേ? അങ്ങോട്ട് നോക്കുക. എന്റെ തല പൊട്ടിത്തെറിക്കരുത്. കോയെ തന്റെ കുഞ്ഞപ്പൂന് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചോലോടെ പേരെ പൊളിച്ചുകൊണ്ട് രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയൂ? തീരെ അന്തല്ലേ നിങ്ങൾക്ക്? എനിക്ക് അന്തല്ലായിരുന്നു. ആ ചെറുക്കന്മാരെ ചീത്ത ഇറക്കാണ്ട് ണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിലുള്ള സിസ്കോ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ചേർപ്പിക്കാം. ചീത്തറിയാൻ മാത്രമൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അന്റെ അതേ പ്രായമുള്ള ചെക്കന്മാരാണ് ഓര്. ഓരൊക്കെ ഇന്റീരിയർ ഡിസൈനർമാരാണ്. വെറും ഡിസൈനർമാരല്ല. ഏറ്റോടോ നല്ലത് പറഞ്ഞപ്പോ ഒറ്റടെ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാപ്പൂനെ ഇന്നലെ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർത്തും. എന്താ അതിന്റെ പേര് പറഞ്ഞു? സിസ്കോ. വേഗം പോയിക്കോ. ആയിക്കോട്ടെ. ഇന്റീരിയർ ഡിസൈനർമാരാണ്. അപ്പൊ പറയാനറിയാം. പഠിച്ചാനേ എനിക്ക് അറിയത്തുള്ളൂ. ഓല എന്റെ മാതിരി ഇങ്ങനെ +2 കഴിഞ്ഞാണ് വെറുതെ നടക്കല്ലേന്നു. ഓല AI ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചു. കണ്ടിരിക്കും +2 ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും സിസ്കോ. അപ്പൊ നമ്മളെ സിസ്കോ ഇവിടെ പ്രൊവൈഡ് ചെയ്യണത് +2 തോറ്റാലും ജയിച്ചു. അവിടെ കൊണ്ടുപോയി ചേർത്തും ഞാന്. AI ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലുള്ള മെച്ചം എന്താ എനിക്കറിയോ? ഒരു കൊല്ലം കൊണ്ട് എനിക്ക് ആ പണി പഠിച്ചും ചേച്ചാ ഓലെന്നെ എനിക്ക് ജോലി ആക്കി തരും. നാളെ ഒരു കല്യാണുണ്ട്. അപ്പൊ എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോവാ. അനക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. നടന്നു പോയിക്കോ. നാളെ തന്നെ അവിടെ പോയി കണ്ട് അഡ്മിഷൻ എടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ കുടിയിരിക്കലിന്റെ അന്ന് ഈ പരിയിൽ ഉണ്ടാവില്ല. എന്റെ റൂം ഞാൻ 10-30 കൊല്ലം അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു വണ്ടി വാങ്ങി. എന്നിട്ട് ആ വണ്ടി ഇജ്ജ് കല്യാണത്തിന് പോകാൻ എനിക്ക് വേണം. എന്നിട്ട് ഞാൻ പേരേക്ക് നടന്നു പോണല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇന്റീരിയർ ഡിസൈനിങ് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇന്റഗ്രേഷൻ ഒരു മര്യാദയിലും വേണ്ടടാ. ഇജ്ജെന്താ അനങ്ങാതെ നിൽക്കണത്? ശരി നാളെ കൊണ്ടുപോകും. ആയിക്കോട്ടെ.